ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, എന്ത് മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് ഇന്ന് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം. ഓക്കെ, നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു വാണ്ട് എനർജിയുടെ 10ാമത്തെ സ്റ്റേജാണ്. അതായത് ഒരു സർക്കിൾ പൂർത്തിയാകുന്നതാണ് 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഓവർ ബേർഡൻഡ് ആവാൻ സാധ്യതയുണ്ട്. ഓവർ ബേർഡൻഡ് ആവുക, അതായത് നിങ്ങൾക്ക് ചുമക്കാവുന്നതിലധികം ഭാരം നിങ്ങളുടെ തലയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്യുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ കാർമിക്കായിട്ടുള്ള ഒരു യാത്രയിലാണ് എങ്കിൽ ആ കാർമയുടെ അവസാനത്തെ അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്ന് പറയുന്നത് ഈ കാർമിക് സൈക്കിളിൻ്റെ അവസാനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാരം ഏറെയായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഫാമിലി ബോണ്ടേജസ് വളരെ ബ്രോക്കൺ ആയിരിക്കും. ഇമോഷണലി നിങ്ങൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ഫിനാൻഷ്യലി ബ്രോക്ക് ആയിരിക്കും. അതുപോലെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്ക് സമാധാനം വേണോ ആ മേഖലകളിലൊന്നും നിങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം കടന്നു പോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആ സൈക്കിളിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 10ാമത്തെ ഘട്ടം കഴിഞ്ഞാൽ അടുത്തത് ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ കാർമിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള സൈക്കിളിൽ പെട്ട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്താ പറയുന്നത്, നമ്മൾ അവസാനത്തോടെടുക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരാറുണ്ട്. അതിനുശേഷം നമുക്ക് പുതിയ തുടക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ കണ്ട് ഭയപ്പെടേണ്ട. ഇന്നേ ദിവസം നാളത്തെ ദിവസത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് മാത്രം വിചാരിക്കുക. അപ്പോൾ ഇതാണ് 10 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അതായത് നിങ്ങൾ മൊത്തത്തിൽ സ്ട്രഗിൾഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. ഏറ്റവും മോശം സമയങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നിങ്ങളുള്ളത്. പിന്നെ ഇന്നേ ദിവസം കുറച്ചധികം ജോലികൾ ചെയ്യുന്നുണ്ടാവും. കുറച്ചധികം കർമാസ് എടുത്ത് തലയിൽ വെക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇന്ന് കൂട്ടം കൂടി ഇരുന്ന് കുറ്റം പറയാനായിട്ട് പോവണ്ട. ഓക്കെ, അപ്പോൾ അതാണ് 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ചിലപ്പം നിങ്ങളൊരു പാഷനെ പിന്തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അത് മുഴുമിപ്പിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്നേ ദിവസം അത് ഒഴിവാക്കി പോവുക അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു പാഷൻ, അതൊരു നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യമോ ഒരു റിലേഷൻഷിപ്പോ ആവാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ഏറെ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം വേണ്ട, പാഷനായാലും റിലേഷൻഷിപ്പായാലും മതി, മടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ചിലപ്പോൾ വേണ്ട എന്ന് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടമാണിത്. അടുത്തതൊരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒടുക്കമാണെന്ന് മാത്രം കരുതുക. ഓക്കെ, അടുത്തത് ഇതിൻ്റെ സെയിം മീനിങ് ഉള്ളൊരു കാർഡാണ് 7 ഓഫ് കപ്സ്, മൾട്ടിപ്പിൾ പ്രയോറിറ്റി. ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുന്നതാണ്. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും കൂടെ സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് വാങ്ങിക്കുന്നതാവാം, വസ്തു വാങ്ങിക്കുന്നതാവാം, ഷോപ്പുകൾ പർച്ചേസ് ചെയ്യുന്നതാവാം. ഷോപ്പുകളാണ് കേട്ടോ, കടകൾ വാങ്ങിക്കുന്നതാവാം. കടയിൽ പോയി സാധനം മേടിക്കുന്നതല്ല, കടകൾ വാങ്ങിക്കുന്നതാവാം. കടയിൽ പോയി മൂല്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാകാം. അപ്പോൾ
എന്തായിരുന്നു, സ്വർണ്ണമാകാം, അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ വാങ്ങുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പൂർവ്വസ്വത്ത് പാർട്ടീഷൻ നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നതോ നിങ്ങൾക്ക് ഇന്ന വസ്തുക്കൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് തീരുമാനിക്കപ്പെടുന്നതോ ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പൂർവ്വസ്വത്തിൽ നിന്നൊരു പങ്ക് ഇന്ന ദിവസം ചിലപ്പോൾ കിട്ടാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഇത്രയും നാൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമായി മറ്റ് പല കാര്യങ്ങളിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നത്. ഇന്ന് ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഈ 2 കാർഡും പറയുന്നത് മറ്റുള്ളവരുടെ ജോലികൾ കൂടി ചിലപ്പോൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സിൻ്റെ എനർജി കേട്ടോ. അടുത്ത കാർഡ് വന്നിട്ട് 10 ഓഫ് സോഡാണ്. 10 2 വന്നിട്ടുണ്ട്. 10 8 10. അടുത്ത 10 എന്ന് പറയുന്നത് 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. മിക്കവാറും മടുത്തു പോകുന്നതായിരിക്കും. ഈ ജോലികൾ തന്നെ ചെയ്തിട്ട് മടുത്തു പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുക, അതൊക്കെയാണ്. മുറിവേൽക്കുക, പരിക്ക് പറ്റുക, വീണ് പോവുക, പുറകിൽ നിന്ന് കുത്തുക, വഞ്ചിക്കുക, ചതിക്കുക, ജോലി നഷ്ടപ്പെടുക, പ്രണയ നൈരാശ്യം വരിക, അങ്ങനെയൊക്കെയുള്ള എനർജിയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 10 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് വീണ് കിടക്കുന്ന കുറേ ആളുകളുടെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതൊരു പെയിൻഫുൾ എൻഡിങ് ആണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഒരു തുടക്കമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി വരുന്ന ഇപ്പം എന്തുകൊണ്ടാണോ നിങ്ങൾ വീണ് പോയത് അവിടെ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും എഴുന്നേക്കും. എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊട്ട് മുമ്പ് നിങ്ങൾ വീണ് കിടന്നത് ഓർക്കണം. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ വീണ് കിടന്നത് ഓർക്കണം. ഇവിടെ നിന്നൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഈ പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് പേജ് ഓഫ് സോഡ് എന്നുള്ളൊരു കാർഡാണ് ഇതിന് ശേഷം വരുന്നത്. അപ്പോൾ പേജ് ഓഫ് സോഡ് പുറകിലോട്ട് നോക്കും. എന്താണെന്നറിയാമോ? വീണ് കിടക്കുന്ന ആളെ നോക്കും. മുൻപ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ആലോചിച്ച ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ വീണ് കിടക്കുന്ന ആളുകളോടാണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളോടാണ്, നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു, നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ പാഠം മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് 10 ഓഫ് സോഡ്സ് പറയുന്നത്. ഓക്കെ, അടുത്തത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു ഫാമിലി റിയൂണിയൻ ആണ്. പരസ്പരം അകന്ന് നിൽക്കുന്ന ഫാമിലി ആണ് നിങ്ങളുടേത് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫാമിലിയോടൊപ്പം ചേർന്ന് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുട്ടികളോടും ഭാര്യ ഭർത്താക്കന്മാരും എല്ലാവരും കൂടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം. അതിപ്പോൾ നമ്മളെപ്പോഴും ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇന്നലെയുടെ തുടർച്ചയാണ്, നാളത്തേതിൻ്റെ മുന്നുള്ള ദിവസമാണ്. അപ്പം ഇന്നലെ, ഇന്ന്, നാളെ ആ രീതിയിലാണ് നിങ്ങൾ ഏത് റീഡിങ്സ് വരുമ്പോൾ നോക്കേണ്ടത്. ചിലപ്പോൾ ഇന്നലെ അത് സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് നാളെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇന്ന ദിവസം ഒരു ഫാമിലി റിയൂണിയൻ്റെ കാർഡുണ്ട്. 10 ഓഫ് കപ്സ് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ടാവും, ഇന്ന് സൺഡേ അല്ലേ, ചിലപ്പോൾ പുറത്ത് പോകുന്നുണ്ടാവും. ഒരു ചെറിയ ട്രിപ്പോ പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 10 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കണം, വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, വളരെ ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കണം. അടുത്തത് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതായത് ഒരാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിച്ചു എന്നാവാം. അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിച്ചു എന്നാവാം, ഉപയോഗിക്കുന്നുണ്ട് എന്നാകാം. അതായത് അവർ നമ്മളെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ആരാണോ അതിൽ ബാധിക്കപ്പെട്ടത് അവർ കരയുന്നുണ്ട്. അതൊന്നും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് വഞ്ചിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സ്വാർത്ഥമായി മറ്റുള്ളവരോട് പെരുമാറുന്നതാകാനും, അതല്ല മറ്റൊരാളുടെ സ്വാർത്ഥത കാരണം നമ്മൾ വേദനിക്കാനും സാധ്യതയുണ്ടെന്നാണ് 5 ഓഫ് സോഡ്സ് പറയുന്നത്. ഒരു ചീറ്റിംഗ് ആണത്. അപ്പോൾ ഒരു ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ശ്രദ്ധിച്ച് ഇരിക്കുക. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് സമ്പാദ്യങ്ങൾ പിടിച്ചു പറിച്ച് എടുക്കുക, എന്നിട്ട് നമ്മളെ വേദനിപ്പിക്കുക. അതായത് നമ്മളെ ചീറ്റ് ചെയ്ത് നമ്മുടേതെല്ലാം അവർ സ്വന്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് 5 ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്, ഒരു ചീറ്റിംഗ് എനർജി, സ്വാർത്ഥത. ഓക്കെ, ഒരു മത്സരം നടക്കുക, പരാജിതരാവുക എന്നൊക്കെയുള്ളൊരു അർത്ഥമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ
പോയി പെടാതിരിക്കുക. അതുപോലെ മോഷണം നടക്കാനും വസ്തുക്കൾ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ മോഷണം പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ ഒക്കെ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള നമ്മളിങ്ങനെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ള റിലേഷൻഷിപ്പുകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. അപ്പോൾ നമ്മൾ നിന്ന് കൊടുക്കാതെ എന്തായാലും നമ്മളെ വഞ്ചിക്കാനും പറ്റിക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് ഓർക്കുക. നമ്മൾക്ക് നല്ല നല്ല റിലേഷൻഷിപ്പുകൾ, അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കോൺഷ്യസ് ആയിരിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങളിലേക്ക് പതുക്കെ വരുന്നതാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ പെൻറ്റക്കിൾ, നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമായിരിക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം വരുന്നു എന്നാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പതുക്കെയാണ്, പക്ഷേ നിങ്ങൾ കാത്തിരുന്ന പണമായിരിക്കാം, നിങ്ങൾക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ മിക്കവാറും നിങ്ങൾ ഒരുപാട് കാലം എവിടെയെങ്കിലും നിന്ന് ജോലി ചെയ്തിട്ട് ആ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാവാം. ചിലപ്പോൾ ചിട്ടിയാവാം, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ പണം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നു എന്നാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് കാലത്തെ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണിത് കാണുന്നത്. നിങ്ങളിത് പിന്നെ നിങ്ങൾ ഈ പണത്തിനെ സൂക്ഷിച്ച് വെക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിനോ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, കാറ് വാങ്ങിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി പൈസ വെച്ചിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നതാകാനും സാധ്യതയുണ്ട്. കണ്ടോ, എന്ത് കരുതലോടെയാണ് ആ പണം കൊണ്ടുപോകുന്നത്. അപ്പോൾ പണം എന്ന് പറഞ്ഞാൽ പതുക്കെ വരത്തുള്ളൂ, പതുക്കെ ചിലവാക്കാനും പാടുള്ളൂ. ചിലവാക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആലോചിക്കണം. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ കയ്യിൽ വരാൻ വലിയ പാടാണ്, പക്ഷെ വന്നാൽ അത് കൃത്യമായി വിനിയോഗിച്ച് അതിനെ കടത്തി വിടുക എന്നുള്ളത്. കാരണം പണം ഒരിക്കലും ഒരിടത്തും സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം അല്ല. അതിങ്ങനെ ഒരു സർക്കിളാണ്, അതിങ്ങനെ വന്നും പോയി ഇരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ. അതിനെ വന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി അടുത്ത ആളുടെ കയ്യിലെത്തിക്കുക. വീണ്ടും ഈ ചാക്രികതയിൽ പോയതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ പോയതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളിലേക്ക് തന്നെ ഈ പണം തിരിച്ചു വരിക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഓക്കെ, പണം എന്നത് തീർച്ചയായിട്ടും ഹൈ പവറാണ്, ഹൈ വൈബ്രേഷനാണ്. അപ്പോൾ ആ വൈബ്രേഷനിൽ ഇരുന്നാൽ മാത്രമേ പണം നമ്മളിലേക്ക് വരുള്ളൂ. അതൊരു ഉത്തരവാദിത്തമാണ്. പണം എന്നത് ഒരു ഉത്തരവാദിത്തമാണ് എന്ന് എപ്പോഴും നമുക്ക് ബോധ്യം വേണം. ഓക്കെ, അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്ത വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. ഇത് രണ്ടും പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് കേട്ടോ. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പേജസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്ദേശവാഹകരാണ്. ഇവരെന്ന് പറഞ്ഞാൽ മൂവേഴ്സാണ്. ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ സന്ദേശവാഹകരാണ്. ഇത് ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇന്ന ദിവസം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. ചിലപ്പം മറ്റേ ബോട്ടിൽ ആർട്ടോ, പെയിൻറ്റിങ്ങോ, മ്യൂറൽ പെയിൻറ്റിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ, ഡാൻസോ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ, ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ കിട്ടുന്നതായിരിക്കാം. നിങ്ങളെ കടന്നു പോയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ആകാൻ സാധ്യതയുണ്ട്. ഒരു പുതിയ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. പുതിയ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത്. ഒരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ് ഒക്കെ ആവാം, ഒരു ഓഫർ, ഒരു പ്രപ്പോസൽ വരുന്നതാകാം, ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാം, ഒരു പഴയ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ തിരിച്ചു വരുന്നതാകാം, അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതാകാം, നിങ്ങൾക്കൊരു ജോലി ഓഫർ കിട്ടുന്നതാകാം. ഇവിടെ ജോലി ഓഫറാണ് കേട്ടോ. പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പണം നമ്മുടെ ജോലിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി, നിങ്ങൾ കാത്തിരുന്നൊരു ജോലിയുടെ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് മണി എനർജിയാണ് കേട്ടോ. പണം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയും പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അടുത്ത കാർഡ് എംപറർ. എംപറർ പറയുന്നത് നിങ്ങളിന്ന് വളരെ എന്താണ് സ്റ്റേബിളായിട്ട്, ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കാനാണ് ഇവിടെ പറയുന്നത്. കാരണം
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇരുമുഖമുള്ള വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ട് മുഖവും ചിലപ്പോൾ ഇന്നേ ദിവസം കാണിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ചില ആളുകളോട് വളരെ സ്നേഹത്തോടെയും മറ്റു ചില ആളുകളോട് വളരെ റൂഡായിട്ടും ചിലപ്പോൾ ഇന്നേ ദിവസം പെരുമാറേണ്ടി വരും. നിങ്ങളുടെ അധികാരം അല്ലെങ്കിൽ നിങ്ങളുടെ പവർ മറ്റുള്ളവരോട് കാണിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നത് ഇതാണ്, നിങ്ങൾക്കൊരു സ്ട്രക്ചർ വേണം. നിങ്ങൾക്ക് സ്ട്രക്ചർ ഇല്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സമയം തെറ്റിയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് സ്ട്രക്ചർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അടുക്കും ചിട്ടയും ആ സ്ട്രക്ചർ, ആ റൂളിംഗ് പവർ അല്ലെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് നിങ്ങൾ വരണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ആ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാനും ആ നിയമപ്രകാരം വർക്ക് ചെയ്യാനും നിങ്ങൾ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെ ഈഗോയിസ്റ്റ് ആയിരിക്കും, സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, സ്വന്തം അധികാരം മറ്റുള്ളവരിൽ പ്രയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ എംപററിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇന്ന് ഭയങ്കര ഹൈ എനർജിയാണ് കേട്ടോ. അടുത്തത് 2 ഓഫ് പെൻറ്റക്കിളാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയാണ് കേട്ടോ. 2 കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അതിൽ ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം കിട്ടിയപ്പോൾ അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഫ്രിഡ്ജ് വാങ്ങിക്കണോ, TV വാങ്ങിക്കണോ അതോ മിക്സി വാങ്ങിക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പ്രയോറിറ്റിയിൽ വ്യത്യാസമാണ്. അപ്പം എപ്പോഴും പ്രിഫറൻസ് എന്തിനാണോ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ പ്രിഫറൻസ് ഇല്ല, ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, മനസ്സ് കലുഷിതമാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സമയം മൊത്തം ഇന്ന് ഇതിൽ പോകും. നിങ്ങളിത് തന്നെയായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ, തീരുമാനം എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഇത് ഓർത്ത് ഭ്രാന്ത് പിടിച്ചായിരിക്കും ഇന്നേ ദിവസം ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനല്ല, ഒരു തീരുമാനം, എന്തിനൊരു കട്ട് ആൻഡ് ഡ്രൈവ് തീരുമാനം എടുക്കുക. ബാലൻസ് ചെയ്ത് ഈ ഒരു ബാലൻസിൽ നിങ്ങൾ എത്ര നാൾ വേണേലും പൊക്കോളും. പക്ഷെ അങ്ങനല്ല, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഹാങ്ഡ് മൈൻഡ് എനർജിയാണ്. അതായത് ഈ സെയിം കാര്യമാണ് കേട്ടോ. ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയാണ്, പക്ഷേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഹാങ്ഡ് മൈൻഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ്. ഓവർ തിങ്ക് ചെയ്യുന്നു, പ്രോക്രാസ്റ്റിനേഷൻ, നിങ്ങൾ തീരുമാനം എടുക്കാതെ അതിനെ തള്ളി വെക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാനാണ് കേട്ടോ. യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചിരിക്കുന്നു, ആ തീരുമാനം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഒരു ഓവർ തിങ്ക് ചെയ്തിട്ട് ഈ തൂങ്ങി കിടക്കുന്ന ആളുടെ തലയിൽ ഒരു ഹെയിലോ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം ഇയാൾക്ക് ഈ കിടക്കുന്ന കിടപ്പ് ഒരു പെയിൻഫുൾ ആയിട്ട് സാഹചര്യമൊന്നുമല്ല, അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അയാളത് ആസ്വദിക്കുന്നുണ്ട്, അയാൾ ആ നിൽപ്പിനെ വളരെ കൂളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ഒരു നിൽപ്പിൽ ഓവർ തിങ്ക് ചെയ്തിട്ടൊരു എൻലൈറ്റൻമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴിക്ക് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചിന്തകൾ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ കർമ്മകളെല്ലാം അവസാനിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനിയും കർമ്മകൾ വലിച്ചു വെക്കാതെ മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നല്ല 10 വട്ടം ആലോചിച്ചാലായിരിക്കും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത്. അതാണ് ഹാങ്ഡ് മൈൻഡ് എനർജി പറയുന്നത്. ഓക്കെ, ഒരു കാർഡും കൂടി എടുക്കാം. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വീണ്ടും പേജാണ് വന്നേക്കുന്നത്. യങ്ങർ എനർജിയാണ്. ഇവർ വളരെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് ഈ പേജുകൾ. അതായത് 10 ഘട്ടവും കഴിഞ്ഞിട്ട് അടുത്തതാണ് പേജുകൾ എന്ന് പറയുന്നത്. ഇവർ സന്ദേശവാഹകരാണ്. ഈ പേജ് എന്ന് പറയുന്നത് വളരെ എൻത്യൂസിയാസ്റ്റിക് ആണ്, വളരെ എനർജറ്റിക് ആണ്, വളരെ പാഷനേറ്റ് ആണ്. ഈ പേജ് ഒരു കാര്യത്തെ അഡ്മയർ ചെയ്യുന്നു എന്നാണ്. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, എന്ത് വില കൊടുത്തും നേടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേജ് എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന ദിവസം. അപ്പോൾ നിങ്ങൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും. പുതിയതായിട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ, ഒരു ക്രിയേറ്റിവിറ്റി, അതൊക്കെയാണ് ഇന്ന ദിവസം നിങ്ങൾക്കുള്ളത്. ഞാൻ പറഞ്ഞില്ല, ആദ്യമേ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അത് തന്നെയാണൊരു പാഷനേറ്റ് ആയിട്ടുള്ള യാത്രയുടെ തുടർച്ചയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള തുടക്കമാണ് കേട്ടോ. 10 ഓഫ് വാണ്ട് കഴിഞ്ഞ അടുത്ത കാർഡാണ് പേജ് ഓഫ് വാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു സർക്കിൾ അവസാനിക്കുന്നതായിട്ടും പുതിയൊരു സർക്കിൾ തുടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ആൾ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെയും പുതിയൊരാൾ എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ആൾ എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു പുതിയ ലവ്, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളായി കാണുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. കാരണം
നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തോ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോഴും അതിലാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു ഓഫറാണിത്. ഇത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. നിങ്ങളതിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. നഷ്ടപ്പെട്ടു പോയതിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ വെച്ചാണ് നീട്ടുന്നത്. നിങ്ങളത് മേടിക്കാൻ തയ്യാറല്ല. പക്ഷേ അത് മണ്ടത്തരമാണ്. നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും വരാനുള്ളത് ഓട്ടോ പിടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വരും. അതുകൊണ്ട് അത് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് എന്ത് വരുന്നോ അതിനെ സറണ്ടർ ചെയ്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കാം. ഇന്നത്തെ ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നമ്മളോട് ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത് നോക്കാം. ഒന്ന് ചൂസ് എ ന്യൂ ഡിറക്ഷൻ. ചൂസ് എ ന്യൂ ഡിറക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ഓഫർ തരുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കുക, എന്നിട്ട് ആ വഴിയിലൂടെ പോകാനാണ് പറയുന്നത്. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി ശരിയായ വഴിയല്ല, മാറി ചിന്തിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അടുത്ത കാർഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. കണ്ടോ, വീണ്ടും നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഗട്ട് ഫീലിങ്ങിനെ ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു പ്രോബ്ലത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചിന്ത വരുമല്ലോ, രണ്ട് വഴി, അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും ഓരോ വഴി പോകുമ്പോൾ നമ്മൾ അവിടെ പോയി നിന്നിട്ട് ഇത് ഏതാ വഴി, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു തോന്നൽ വരത്തില്ലേ ഈ വഴിയാണ് ശരിയെന്ന്. അതാണ് ശരി. നമ്മൾ ഒന്നുകൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് തെറ്റായ വഴിയായിരിക്കും വരുന്നത്. ആദ്യം വരുന്നതിന് പറയുന്ന ഫീലിംഗ് ആണ് ഗട്ട് ഫീലിംഗ്. അതാണ് ശരി. അതാണ് നമ്മുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ. ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ അറിയാവുന്ന വേറെ ആരുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗ്ഗനിർദ്ദേശം വരാൻ പറ്റുന്ന ആൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുമെന്നാണ് കേട്ടോ. അൺലൈക്ക്ലി എന്ന് വെച്ചാൽ എന്താണ് അൺലൈക്ക്ലി എന്ന് വെച്ചാൽ സാധാരണ പോലെ അല്ലാത്തത്. അൺലൈക്ക്ലി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മളോട് കറക്റ്റായിട്ട് പറയുവാണ്, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, നേരെ പോകണം, അതിനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ജാഗരൂകരായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ശ്രദ്ധിക്കുക. ഏഞ്ചൽസ് അങ്ങനെ വെറുതെ ഒന്നും നമ്മളോടൊരു കാര്യം പറയത്തില്ല. കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എടുക്കുന്നത്. അവരാണ് നമ്മൾ ശരിക്കും ലീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ലൈഫ് നമ്മുടെയാണ്. അതിനകത്തെ ഓരോ താളുകളും നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് സംഭവിച്ചാലും അത് നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കലും നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയും വരാൻ സാധ്യതയില്ല. നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് വരും, ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത വരും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നമുക്കാണ്. അത് മാത്രം ആലോചിക്കുക. അപ്പോൾ നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടിരിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഈ തെറ്റായിട്ട് ചിന്തിക്കുന്നതൊക്കെ ഈ പ്രപഞ്ചം കോസ്മിക് എനർജിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ആകാശിക് റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കോർഡ് ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മ, നമ്മൾ ചിന്തിക്കുന്ന കർമ്മ, ചിന്തയാണ് ആദ്യത്തെ കർമ്മ കേട്ടോ. നോട്ടമാണ് ആദ്യം, പിന്നെ വാക്ക്, പിന്നെ ചിന്ത, അതൊക്കെയാണ് കർമ്മിക്കെന്ന് പറയുന്നത്. അപ്പം അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കുക. ചിന്തകൾ പോലും വളരെ നെഗറ്റീവാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ ബാഡ് കർമ്മയായിട്ട് നമ്മുടെ പേരിൽ അവിടെ കിടക്കും. പിന്നെ അത് തീർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. എന്തിനാണ് ഈ വഴിയാത്ത പണിക്ക് പോകുന്നത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.